സൗദി അറേബ്യയ്ക്ക് ആണവോർജ്ജ സഹകരണം നൽകാൻ യുഎസ് കോൺഗ്രസിന്റെ അനുമതി തേടി ട്രംപ് ഭരണകൂടം ഇന്ന് കരാർ കൈമാറും. അമേരിക്കയിൽ നിന്ന് സാങ്കേതിക വിദ്യയും ഇന്ധനവും വാങ്ങാൻ പ്രത്യേക അനുമതി നൽകുന്ന 1-2-3 കരാർ യുഎസ് കോൺഗ്രസ് പരിഗണിക്കും. സൗദിക്ക് ആണവോർജ്ജ സഹകരണം നൽകുന്ന കരാറിൽ കടുത്ത ഉപാധികളില്ലെന്നത് ശ്രദ്ധേയമാണ്. വൈദ്യുതി ഉൽപാദനം, മെഡിക്കൽ, ഗവേഷണം തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ആണവ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനാണ് സൗദിയുടെ ശ്രമം. ഇതിന് യുഎസ് കോൺഗ്രസിന്റെ 1-2-3 അനുമതി ആവശ്യമാണ്. ഒരു രാജ്യത്തിന് ആണവോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്കയിൽ നിന്നും സാങ്കേതിക വിദ്യയും ഇന്ധനവും വാങ്ങാൻ പ്രത്യേക അനുമതി വേണം. ആ അനുമതിയാണ് 1-2-3 കരാർ. ഇത് ലഭിച്ചാൽ മാത്രമേ അമേരിക്കൻ കമ്പനികൾക്ക് ആ രാജ്യത്ത് ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയൂ. നവംബർ 2025 കോൺഗ്രസിന് അയച്ച റിപ്പോർട്ടിൽ സൗദി അറേബ്യയിൽ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ അമേരിക്കൻ സാങ്കേതിക വിദ്യ നൽകുന്നതിനുള്ള പദ്ധതി ട്രംപ് വിശദീകരിച്ചിരുന്നു. നടപ്പായാൽ സൗദിക്ക് വലിയ നേട്ടമായി കരാർ മാറും. 1. ആദ്യത്തെ ആണവ വൈദ്യുതി നിലയങ്ങൾ നിർമ്മിക്കാൻ അമേരിക്കൻ സാങ്കേതിക വിദ്യ ലഭിക്കും. 2. എണ്ണയെ ആശ്രയിക്കാതെ സുസ്ഥിര ഊർജ്ജ സ്രോതസ് സൃഷ്ടിക്കാനുമാകും. 3. സാമ്പത്തിക വൈവിധ്യവൽക്കരണം വേഗത്തിലാക്കാനും കഴിയും. 4. യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിച്ചാൽ സ്വന്തമായ ആണവ ഫ്യൂവൽ സൈക്കിളും വികസിപ്പിക്കാം. ഇതോടൊപ്പം ഊർജ്ജ സുരക്ഷ, അമേരിക്കൻ കമ്പനികളുമായുള്ള പങ്കാളിത്തം വഴി നിക്ഷേപം, തൊഴിലവസരങ്ങൾ എന്നിവയും സൗദി ലക്ഷ്യം വെക്കുന്നു. എന്നാൽ ട്രംപ് തയ്യാറാക്കിയ ചട്ടങ്ങളിൽ സൗദിയുടെ ആണവായുധ വ്യാപനം തടയുന്ന കർശനമായ സുരക്ഷാ നടപടികൾ ഇല്ലെന്ന് ഡെമോക്രാറ്റുകൾ എതിർക്കുന്നുണ്ട്. പരമ്പരാഗതമായി യുഎസ് ആവശ്യപ്പെടുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് കരാറിന് ഇല്ലെന്നാണ് ആരോപണം. അതായത് ആണവ സമ്പുഷ്ടീകരണം, സ്പെന്റ് ഫ്യൂവൽ റീപ്രോസസിംഗ് നിരോധനം എന്നിവ കരാറിലില്ലെന്ന്. സൗദി അറേബ്യക്ക് സ്വന്തമായി യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടത്താൻ ഇത് വഴിയൊരുക്കുമെന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സ്നാപ്പ് ഇൻസ്പെക്ഷനുകൾ, വിശദമായ പരിശോധനകൾ എന്നിവ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ വാദം. എന്നാൽ കരാറിൽ അമേരിക്കൻ കമ്പനികളുടെ മേൽനോട്ടത്തിലാകും മുഴുവൻ പ്രൊജക്ടുകളും എന്നതിനാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ട്രംപ് അനുകൂല റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതായാലും കോൺഗ്രസ് അനുമതി ലഭിക്കുകയാണ് പ്രധാന കടമ്പ. കരാർ സമർപ്പിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ സെനറ്റും ഹൌസും എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ കരാർ പ്രാബല്യത്തിലാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.